പരാഗ് ഫാബ്രിക്സ്. ഇത് നമ്മളെ റിംഗ് റോഡിലാണ് വരുന്നത് ഈ ഷോപ്പ്. ലേഡീസിൻ്റെ ഡ്രസ്സിനൊക്കെ ഒരു നല്ലൊരു കളക്ഷനുള്ള ശീലകൾ മാത്രം എടുക്കാനൊക്കെ വരുമ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കടയാണ്. പിന്നെ ബസ് സ്റ്റാൻഡ് നൈറ്റ് വ്യൂ ആണ്. രാത്രി നമ്മളെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ സൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഓൺ അടിക്കുന്ന സൗണ്ടും, പിന്നെ മഞ്ചേരി, കോഴിക്കോട്, വളാഞ്ചേരി അങ്ങനെ ഓരോരുത്തർ വിളിച്ച് പറയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കാം. പിന്നെ ഒരുപാട് ടൈം വരെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കും ബസ് സർവീസ് ഉണ്ട്. ഏകദേശം ഒരു രാത്രി 9 മണി 10 മണി ആകുമ്പോഴത്തിന് 9 മണി 10 മണി എന്നല്ല, അതിന് മുന്നേ തന്നെ ഏകദേശമൊക്കെ കഴിയും. ഇപ്പോൾ നമ്മൾ പോയ ടൈം നല്ല ടൈമായിരുന്നു. ഒരു 6 മണി 7 മണീൻ്റെ അടുത്തെത്തിക്കണം. 6:30 7 മണീൻ്റെ അടിയിലാണ് നമ്മൾ ഇവിടെ എത്തിയത്. അന്നേരത്ത് നല്ല തിരക്കുണ്ട്, ഒരുപാട് ബസ്സും യാത്രക്കാരും. പിന്നെ അതിൻ്റെ ഇടയിൽ അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ അവിടെ സിമ്മ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ടേബിൾ ഇട്ടിച്ചിട്ട് ഒരു സംഭവം കണ്ട്. സിമ്മ് ഫ്രീ ആണ് അത്ര അവിടെ എഴുതിച്ചിരിക്കുന്നത്. എയർടെലിൻ്റെ സിമ്മാണ്. കുറച്ച് സിമ്മിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആൾ ചായ പിടിക്കാനായിട്ട് പോയതാന്ന് തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒന്ന് എടുത്തതാണ്. പിന്നെ പുകയായിട്ട് ഇങ്ങനെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൈറ്റ് ലൈഫ് ഒരു കോട്ടക്കൽ ഒക്കെ രാത്രി പോയാൽ അതേ ഒരു ഫീലിംഗ് ഇവിടെയും ആയി തുടങ്ങി. വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും എല്ലാം. കോട്ടക്കലിൻ്റെ ഒരു നൈറ്റ് ലൈഫുമായി തന്നെ തിരൂരിൻ്റെ ഒരു രാത്രികാല കാഴ്ച. ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി എന്ന് പറഞ്ഞിട്ടൊരു ബസ് സ്റ്റാൻഡിൽ കടക്കണോട് തന്നെ വലിയൊരു ബോർഡ് കണ്ട്. ആസാദ് ഗോൾഡിൻ്റെ ആയിരിക്കും. ഓരോ ബസ്സുകൾ ബർസാത്തൊക്കെ പോകാൻ കാത്തിക്കണ്. പിന്നെ ദേവകി നന്ദന ഡാൻസ് കളക്ഷൻസ്. ഇത് കുട്ടികൾക്കൊക്കെ ഡാൻസ്, ഒപ്പന കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ ഇവിടെ കിട്ടാൻ ഉള്ളൊരു സംഭവമാണിത്. പിന്നെ നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവം. അതിൻ്റെ ഫോൺ നമ്പറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ബോർഡുമ്പോൾ തന്നെ. അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് നല്ലൊരു സംഭവമാണ്. ഈ കോളേജിലൊക്കെ അല്ല സ്കൂളിലൊക്കെ ഡാൻസ് പരിപാടിക്കൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കാനൊക്കെ റെൻറ്റിനൊക്കെ അവിടെ ഡ്രസ്സ് കിട്ടും തോന്നുന്നു. ഗ്രൂപ്പ് ഒന്നായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ ചെറിയ പൈസക്ക് സ്ഥിരമായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതെന്ത് വല്ല ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുമ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ കുറേ മുന്നേ തന്നെ തിരൂരിൻ്റെ ഒരു അടയാളമാണ് ഈ പെട്രോൾ പമ്പ്. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള അവിടെ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ മുൻപ് തന്നെ ഉണ്ടായ ഒരു പമ്പാണത്. പിന്നെ അങ്ങനെ പോകുമ്പോൾ ജപ്പാൻ സ്ക്വയറിൻ്റെ ആ ബിൽഡിങ് അല്ലമീൻ കോംപ്ലക്സ്. അതിൽ 150, 200, 250 അങ്ങനെയൊക്കെ ഓരോ ബോർഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാള് പിന്നെ എന്ന് വെച്ച് അങ്ങനെ ഫിറ്റ്നസ് സലൂണ്, അങ്ങനെ ഒരു സംഭവം. ഗിഫ്റ്റ് സെൻറ്റർ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗിഫ്റ്റ് സെൻറ്റർ ഉണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ബിൽഡിങ്ങിൽ അങ്ങനെ മെയിനായിട്ട് ഉള്ള സാധനങ്ങൾ അതൊക്കെ തന്നെയാണ്. 200 രൂപേൻ്റെ ഐറ്റംസുകളൊക്കെയാണ് അവിടെ അധികം. മുൻപ് പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. സെഫിയ ട്രാവൽസ് തിരൂരിൻ്റെ ഒരു ഇത് കാണിക്കുമ്പോൾ സെഫിയ ട്രാവൽസിൻ്റെ ഒരു ബോർഡും കൂടി ഉൾപ്പെടുത്താഞ്ഞാൽ കംപ്ലീറ്റ് ആ ഭാഗത്ത് ഉള്ളൊരു സംഭവമാണ്. അൽ ഹിന്ദിൻ്റെ ബിൽഡിങ്ങിൻ്റെ നേരെ മുന്നിലാണ് ആ സെഫിയ ട്രാവൽസിൻ്റെ ബോർഡ് കാണുന്നത്. ഇത് നമ്മളെ ആസാദ് PSM ബിൽഡിങ്ങിൽ ആസാദ് സിൽക്സ്, അൽ ഹിന്ദ് ട്രാവൽസ്. ആദ്യം ഇവിടെ PSM സിൽക്സ് ആയിരുന്നു, ഇപ്പോൾ അത് ആസാദ് സിൽക്സ് ആയിട്ടുണ്ട്. പിന്നെ ഒരു PSMൻ്റെ രുചി ഭവൻ, PSM റെസിഡൻസി റൂമും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ അടിപൊളി സംഭവമാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. അവിടെ താമസിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോകാനൊക്കെ, രാവിലെ നീച്ച് പോകാനൊക്കെ എളുപ്പം പറ്റും ചെയ്യും. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ബസ് സ്റ്റാൻഡാണെങ്കിലും ഒക്കെ. കൃഷ്ണ ഫാബ്രിക്സ് നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കവാടൊക്കെ കൃഷ്ണ ഫാബ്രിക്സ്
വലിയൊരു ബിൽഡിങ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് പുതിയ ബിൽഡിങ്ങൾക്ക് മാറിയിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ളൂ. ഒരുപാട് മുന്നുള്ള ഒരു ഫാബ്രിക്സ് ആണ് കൃഷ്ണ ഫാബ്രിക്സ്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആസാദിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ